നമസ്കാരം. ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു ആളാണ്. എൻ്റെ പേര് സലിം കുമാർ. ഇവിടെ ചെങ്ങന്നൂർ കോളേജിൽ ആർട്സ് നടക്കുകയാണെന്ന് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു, അപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ചീഫ് ഗസ്റ്റിന് വിളിച്ചപ്പോൾ ഇവിടെ ആളില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നായിരുന്നു ആഗ്രഹം. പറ്റിയില്ല. ഇന്നലെ മിസ്റ്റർ മരുമകൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ് ഇപ്പോൾ ഞാൻ നിന്നോണ്ടിരുന്നത്. ഇന്നലെ അവിടുന്ന് വണ്ടി പിടിച്ചിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ, ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് അത്യാവശ്യം കാശൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ ഈ സന്തോഷം കണ്ടാൽ മതി. പിന്നെ വൈകിട്ട് പരിപാടി കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇച്ചിരി ഉത്തേജക മരുന്നൊക്കെ കഴിച്ച് ഇവിടുന്ന് പിന്നെ സന്തോഷമുണ്ടാകും. സന്തോഷം. ചോദ്യങ്ങളൊക്കെ ആവട്ടോ, എനിക്ക് ചെന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പറയാം. എത്ര വയസ്സ് വരെ ഫിലിം ഫീൽഡിൽ ഇങ്ങനെ നിൽക്കണമെന്നാണ് അങ്ങനെ ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല സാർ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ വരെ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ട്. മലയാള സിനിമയിൽ മാത്രമോ നിങ്ങൾക്ക് തെലുങ്ക്, തമിഴ് ഇവിടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് എന്താ? എനിക്ക് ഭാഷ അറിയില്ല സാറേ. നമ്മുടെ പപ്പ പഠിച്ച് ഡബ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മാതൃഭാഷയിൽ അഭിനയിച്ചിട്ടാണ്. മലയാളി നടിനടന്മാരെ മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതേമാതിരി ഭാഷ പഠിച്ചിട്ട് അങ്ങേക്ക് ആവാമല്ലേ? അതിപ്പോ സാറേ ഓരോരുത്തരുടെ താല്പര്യമല്ലേ. നമ്മള് തന്നെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ്, കുടില് ചെറ്റക്കുടിൽ നിന്നൊക്കെ ജീവിച്ചു വന്നാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ മാത്രവും നമ്മുടെ നാടിന്റെ സൗന്ദര്യമൊക്കെ അഭിനയിച്ച് ഇവിടെ തന്നെ ജീവിക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു രീതി. അത്രേ ഉള്ളൂ. അങ്ങയുടെ ഫിലിം ആദാമിന്റെ മകൻ അബു ഞാൻ കണ്ടു. നന്ദിയുണ്ട് സാർ, നന്ദിയുണ്ട്. സൂപ്പർ ഫിലിമാണ് കേട്ടോ. നന്ദി. വേറെ ആരുമില്ലേ ചോദിക്കാൻ? ചോദ്യങ്ങളൊന്നും. ഈ ഉദ്ഘാടനം ചെയ്യാൻ ആരും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അവിടെ തപ്പിപ്പിടിച്ച് ഉദ്ഘാടനം ചെയ്യലാണോ താങ്കളുടെ താല്പര്യം? എനിക്ക് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിനോട് ഒത്തിരിയേറെ താല്പര്യമുണ്ട്. കാരണം ഒരു എറണാകുളംകാരനായാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും പോകണമെന്ന് നമ്മൾ ചെങ്ങന്നൂർ വഴിയാണ് പോകുന്നത്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ചെങ്ങന്നൂർ ഇറങ്ങണം. എനിക്ക് കേട്ടിട്ടുണ്ട് ചെങ്ങന്നൂരിൽ കൊണ്ട് ഒത്തിരി ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്നും വളരെ മനോഹരമായ ഒരു കോളേജാണെന്നും 1993 ഇവിടുത്തെ പിള്ളേർ ഒത്തിരി കഴിവുള്ള പിള്ളേരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം എപ്പോഴെങ്കിലും ഇവിടെ വരണം, നിങ്ങളോടൊക്കെ സംസാരിക്കണം, ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ കാണണം, ഇവിടുത്തെ മനോഹരമായ ക്യാമ്പസൊക്കെ കണ്ട് ഇവിടുത്തെ ഒന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ളൂ. ഒരു താങ്കൾ അടിസ്ഥാനപരമായി മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. അതെ അതെ. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണോ ഒരു നടനെന്ന നിലയിലാണോ താങ്കൾ കൂടുതൽ സംതൃപ്തം? ശരിക്കും പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ്. ഇപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റ് സലിം കുമാർ എന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനപൂർവ്വം വിളി കേൾക്കട്ടേ ഉള്ളൂ. കാരണം ഒരു അഭിനേതാവ് പിന്നെ ആയാലും ആദ്യം നമ്മളൊരു മിമിക്രിക്കാരനായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട ഒരു മിമിക്രി ഫീൽഡിലോട്ട് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മിമിക്രി താരം എന്നറിയാനാണ് എനിക്ക് ഇവിടെ താല്പര്യം. നടനെന്ന നിലയിൽക്കാട്ടിലും താങ്കൾ മിമിക്രി താരം എന്നറിയാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശരി, ഒരു ചോദ്യം കൂടി. ഒരു നടനെന്ന നിലയിൽ താങ്കൾ ക്യാരക്ടർ റോൾസ് മാത്രം ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഒരു ചുവടും മാറ്റുകയാണോ? ഒരിക്കലുമില്ല. പണ്ട് മുതലേ ഞാൻ സെലക്ട് ആയിരുന്നു. പണ്ട് മുതലേ ഞാൻ ഭയങ്കര സെലക്ട് ആയിരുന്നു. നമ്മൾ ഏത് കോമഡി റോൾ ചെയ്താലും പണ്ട് നമ്മുടെ ക്യാരക്ടർ റോൾ ചെയ്യാനുള്ള കഴിവ് ആദ്യം എന്നെ തിരിച്ചറിഞ്ഞ ലാൽ ജോസാണ്. അതിനോട് ആ മനുഷ്യനോട് എനിക്ക് ഒത്തിരി ബഹുമാനവും ആദരവുമുണ്ട്. പിന്നെ അതിന് മുമ്പേ കോമഡി നമ്മൾ മിമിക്രി ഫീൽഡിലോട്ട് വന്നുകൊണ്ട് നമുക്ക് കോമഡി റോൾ തരുന്നു, അതിന് നല്ല റോൾ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ക്യാരക്ടർ റോളിൽ വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷെ കോമഡി വിട്ടിട്ടുള്ള കാര്യമല്ല, കോമഡി ഞാൻ ചെയ്തിരിക്കും. എപ്പോഴായാലും ജീവിതത്തിൽ ഞാൻ മരിക്കുന്നവരെ ഇനി കോമഡി ചെയ്തുകൊണ്ടേ. അടുത്തെപ്പോഴെങ്കിലും കോമഡി റോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം മിസ്റ്റർ മരുമകനകത്തിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഒരു കോമഡി റോളാണ്. ദിലീപാണ് നായകൻ. ദിലീപിൻ്റെ അടുത്ത സുഹൃത്താണ്. ദിലീപിൻ്റെ കൂടെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമഡി റോളാണ്.
കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു ജീവിതം. ആദ്യം എൻ്റെ മകൻ അബു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പോകുന്നു. ഒരു നാഷണൽ അവാർഡ് ചെയ്താവുന്ന നിലയ്ക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ഇച്ചിരി ബഹുമാനമൊക്കെ ഉണ്ട് എന്നെ നാട്ടുകാരിലൊക്കെ. ഇപ്പോൾ കാണുമ്പോൾ പഴയ സലിംകുമാറിൻ്റെ രീതിയല്ലേ തൊഴിലൊക്കെ ചെയ്യും നമ്മളെ കണ്ടുമ്പോഴത്തേക്ക്. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹലോ, തിരുവല്ലയിൽ വെച്ച് ഇന്നലെ MG സർവകലാശാല ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഒരു കലാകാരന് വേണ്ട അവശ്യ ഗുണത്തെ പറ്റി അങ്ങ് സംസാരിക്കുകയുണ്ടായി. അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ വിശദീകരിച്ചു തരാമോ? ഇന്നലെ MG യൂണിവേഴ്സിറ്റി വെച്ചിട്ട് എനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു തിരുവല്ല വെച്ച്. അതിൽ എന്താ പറയണ്ടേ, ഇപ്പം ഏറ്റവും ഒരു കലാകാരന് വേണ്ടത് അംഗീകാരമാണ്. എന്ന് വെച്ചാൽ ഒരു കലാകാരന് ഒരു പ്രതിഭയാണെങ്കിൽ, അയാളുടെ ഒരു കഴിവുണ്ടെങ്കിൽ അത് മനുഷ്യൻ തിരിച്ചറിയണമെന്നൊരാഗ്രഹം എല്ലാ കലാകാരനിലുണ്ട്. ഇപ്പം തന്നെ ഞാനൊരു കോമഡിയനായിട്ടാണ് പൊതുവെ അറിയപ്പെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്യാരക്ടറുകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു കഴിവുണ്ടെന്നും അത് ഒരു രാജ്യാന്തര നിലയിൽ എന്നെ മനസ്സിലാക്കിയത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഏതൊരു കലാകാരൻ തൻ്റെ ഉള്ളിൽ കഴിവുള്ളവരെ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ, കഴിവുള്ളവരാണ് കലാകാരന്മാർ. അപ്പോൾ കലാകാരന്മാർക്ക് അംഗീകാരമാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങേയത്തെ പറ്റിയല്ല അങ്ങ് ഇന്നലെ സംസാരിച്ചത്. കലാകാരന് വേണ്ട ആവശ്യം ഒരു ഗുണത്തെ പറ്റിയാണ് അങ്ങ് സംസാരിച്ചത്. കലാകാരന് സമൂഹം കൊടുക്കുന്ന അങ്ങേയത്തെ പറ്റിയല്ല സംസാരിച്ചത്. അല്ല, അതിനെ പറ്റിയാണ് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചത്. അംഗീകാരം, കഴിവ്, ഇതൊക്കെയല്ലേ ഒരു കലാകാരനെ പറ്റി, ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. കൈകാര്യം ഈ സംഭവങ്ങളൊക്കെ അല്ലേ ഇന്നലെ പറഞ്ഞ അങ്ങ് മറന്നുപോയെന്നു. ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ മിസ്സേ, ഇന്നലെ പരിപാടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി പരിപാടി കഴിഞ്ഞിട്ട് ഇച്ചിരി ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആ ഒരു രീതിയിൽ അങ്ങനെ എല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ ധരിക്കുന്നു. സാറിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ സാറേ? സിനിമയിലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കടന്നുകയറ്റം താങ്കളുടെ കഞ്ഞിയിൽ പാറ്റയിടലായി എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്ത് താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. സുരാജ് എൻ്റെ നല്ലൊരു കൂട്ടുകാരനാണ്. സുരാജ് അവർ വളർന്നു വരുന്നൊരു പ്രതിഭയാണ്. പുള്ളിയുടേതായിട്ട് തനതായ ഒരു ശൈലിയുണ്ട്, ഒരു രീതിയുണ്ട്. പുള്ളിയുടെ വഴി നമുക്ക് നമ്മുടെ ഒരിക്കലും ഒരു നടനും മറ്റൊരു നടൻ്റെ കഞ്ഞി പാറ്റയാവില്ല. കഞ്ഞി പാറ്റയാകുമെന്ന് എനിക്ക് ഒരിക്കലും നാഷണൽ അവാർഡ് കിട്ടില്ല. അത് മനസ്സിലാക്കണം. താങ്കളൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അറിയാനാണ് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. ഇവിടെ മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റും അവർക്കായിട്ട് ഏതെങ്കിലും നടന്മാരെ അനുകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഏതെങ്കിലും ഒരു നടനെ അനുകരിച്ച് കാണിക്കാമോ? അനുകരണമൊക്കെ പണ്ടത്തെ വിദ്യയല്ല സാർ. അതൊക്കെ ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം. ഞാൻ പണ്ട് മുതലേ പണ്ടൊക്കെ ഞാൻ നസീറിനെയും മധുവിനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ഇടക്കാല സമയത്തേക്ക് ഞാൻ പിന്നെ കലാഭവൻ മണിയിലോട്ടാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ശബ്ദമൊക്കെ ആ രീതിയിലായിപ്പോയി. സാറിന് ഇത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ മണിയുടെ 2-3 ഡയലോഗ് ഞാൻ കേൾപ്പിക്കും. എൻ്റെ പ്രിയ കുട്ടികൾക്ക് നമസ്കാരം കേട്ടോ. ഞാൻ കലാഭവൻ മണിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു, നിങ്ങളൊക്കെ കണ്ടിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ വീണ്ടും കാണുമ്പോൾ. കണ്ടില്ല സാറേ, എന്താണ് നമ്മളോട് സ്നേഹം. ഇത്രയൊക്കെ പറ്റുള്ളൂ സാറേ. സാധാരണ മുമ്പ് വരെ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ ഇങ്ങനെ വന്ന ആർട്ട് ഫിലിം എടുക്കുന്ന സംവിധായകർക്ക് മാത്രം അവാർഡ് കിട്ടുകയും അതിൽ അഭിനയിക്കുന്നവർക്ക് മാത്രം ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അടുത്ത ആഴ്ചയിൽ വീണ്ടും എന്നെ വിളിക്കും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യങ്ങൾ എന്നെ വിളിക്കണം. ഞാൻ അടുത്ത പ്രാവശ്യം വിളിക്കാതെ വരത്തില്ല. എനിക്ക് ഇതിനോടൊരു ചെറിയ പണക്കമുണ്ട്. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കണം. കാശൊന്നും വേണ്ട മക്കളെ, നിങ്ങളൊക്കെ വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹമുള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും വന്നിരിക്കും. നിങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങളൊക്കെ വീണ്ടും കണ്ടിരിക്കും. വീണ്ടും ഒന്ന് സന്തോഷമായിരുന്നു പോകണം. താങ്ക് യു.